ഓക്കെ, നെറ്റ്വർക്ക് ആയിരുന്നു കേട്ടോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? സോ നമ്മൾ പറഞ്ഞു ക്ലോറോസൈനിലോൺ എന്തിലൊക്കെ സോല്യൂബിൾ ആയിരുന്നു എന്നായിരുന്നു ചോദ്യം. ആൽക്കഹോൾ, ഈതർ, ബെൻസീൻ, ടർബീൻ, ഫിക്സ്ഡ് ഓയിൽ എല്ലാം അതിനുള്ള ഉത്തരമാണ്. നെക്സ്റ്റ് വൺ, ഡെറ്റോൾ എന്താണ്? 4.8% ക്ലോറോസൈലിനോടും 9.9% ടർപ്പീനും അബ്സല്യൂട്ട് ആൽക്കഹോളും ആണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, നൈട്രോഫ്യൂറൻടോയിന്റെ ടേസ്റ്റ് എന്താണ് എന്നായിരുന്നു ചോദ്യം. സോ എന്തായിരുന്നു നൈട്രോഫ്യൂറൻടോയിന്റെ ടേസ്റ്റ്? നൈട്രോഫ്യൂറൻടോയിൻ ഈസ് ഹാവിംഗ് എ ബിറ്റർ ടേസ്റ്റ്. ഓക്കെ, ഒരു ബിറ്റർ ടേസ്റ്റ് ഉള്ള ഒരു ഡ്രഗ് ആണ് നൈട്രോഫ്യൂറൻടോയിൻ. N5 നൈട്രോ 2 ഫുറൈലിഡീൻ 1 അമിനോ ഹൈഡാൻഡയോൺ എന്നാണ് അതിന്റെ നെയിം തന്നെ വരുന്നത്. സോ നൈട്രോഫ്യൂറൻടോയിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് പറയാം. ഇറ്റ് ഈസ് ഹാവിംഗ് എ ലെമൺ യെല്ലോ കളർ, ഓർഡർലെസ് ആണ്. ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ദേ ആർ ഹാവിംഗ് ഫൈൻ പൗഡർ, ലോവർ യൂറ്റൈൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ആൻഡ് ദേ ആർ യൂസ്ഡ് ആസ് ഡെറിവേറ്റീവ് ഓഫ് ഫ്യൂറാൻ. അത് ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. അതിനകത്തുള്ള റിംഗ് സ്ട്രക്ചർ ഏതാന്നൊക്കെ ചോദ്യം വരാം. എന്താ റിംഗ് സ്ട്രക്ചർ? ഫ്യൂറാൻ. ഓക്കെ, FURAN, ഫ്യൂറാൻ ആണ് അതിലടങ്ങിയിരിക്കുന്ന റിംഗ് സ്ട്രക്ചർ. ഓക്കെ, ദെൻ ഫോർമാലിൻ എന്താണ് എന്നാണ് ചോദ്യം. ഫോർമാലിൻ ഈസ് ആൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡിന്റെ അക്വസ് സൊല്യൂഷൻ 40% അക്വസ് സൊല്യൂഷൻ ഓഫ് ഫോർമാലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോർമാൽഡിഹൈഡ് എന്ന് വിളിക്കുന്നത്. സോ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഏത് ഫോമിലാണ്? ക്രീം ആയിട്ടാണോ, സൊല്യൂഷൻ ആയിട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്തായിട്ടാ? ജെല്ലായിട്ടാണ് കേട്ടോ ഫോർമാലിൻ എക്സിസ്റ്റ് ചെയ്യുന്നത്, ആസ് ജെൽ. ദെൻ ഫെയർജിനോൾ എന്ന് പറയുന്നത് എന്തിന്റെ ബ്രാൻഡ് നെയിം ആണ് എന്നൊരു ചോദ്യം കണ്ടിരുന്നു. ഇറ്റ് ഈസ് ദ ഫെയർ നെയിം ഓഫ് ഡെറ്റോളിന് പകരം ക്ലോറോസൈലിനോൾ തന്നെ വരുന്നതാണ് ഫെയർജിനോൾ. ദെൻ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ ഓഫ് ഫോർമാലിൻ ഞാൻ പറഞ്ഞു, പ്രിപ്പറേഷൻ നമുക്ക് ജെല്ലായിട്ടായിരിക്കും യൂഷ്വലി കിട്ടുന്നത്. ദെൻ ക്ലോറോസൈലിനോളിന്റെ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ക്ലോറോസൈലിനോളിന്റെ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ. ഓക്കെ, സോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ? സോ പൊതുവെ നമ്മൾ പറയാം നോസിയേറ്റിംഗ് സ്മെൽ അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെൽ എന്നൊക്കെ പറയാം. പക്ഷെ ഈ പറയുന്ന ഡെറ്റോൾ എന്ന് പറയുന്ന വസ്തു തന്നെ എടുത്താൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഹാവിംഗ് ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെൽ ഉണ്ട്. അതിനെ തന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഒരു പ്രത്യേക മരണമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് IUPAC നെയിം ഓഫ് ക്ലോറോക്രസോൾ. എന്താ പ്രത്യേകത? ഒരു മീഥൈൽ ഗ്രൂപ്പും നാലാമത്തെ പൊസിഷനിൽ ഒരു ക്ലോറിൻ ഗ്രൂപ്പും ഉള്ള ഒരു ഫീനോൾ റിംഗ് ആണ് ക്ലോറോക്രസോൾ എന്ന് പറയുന്നത്. തേർഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും ഫോർത്ത് പൊസിഷനിൽ ഒരു ക്ലോറോ ഗ്രൂപ്പും വരുന്നതാണ് ക്ലോറോഫീനോൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെക്സാ ക്ലോറോഫീനും ഫെറിക് ക്ലോറൈഡും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന കളർ എന്താണ്? ഹെക്സാ ക്ലോറോഫീനും ഫെറിക് ക്ലോറൈഡും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ എന്താണ്? We will get a purple color. Okay, ഹെക്സാ ക്ലോറോഫീനും ഫെറിക് ക്ലോറൈഡും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന നിറം പർപ്പിൾ. ദെൻ ഫോർമാൽഡിഹൈഡും അമോണിയ സൊല്യൂഷനും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ഹെക്സാമിൻ, HEXAMINE. ദെൻ ഫോർമാൽഡിഹൈഡും അമോണിയയും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഹെക്സാമിൻ അല്ലെങ്കിൽ ഹെക്സാമീഥൈൽ ടെട്രാമിൻ യൂറോട്രോപ്പൈൻ എന്നൊക്കെയാ ബ്രാൻഡ് നെയിമിൽ നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സെട്രിമൈഡിന്റെ കെമിക്കൽ ക്ലാസ് എന്താണ്? അപ്പൊ അതിൽ നമ്മൾ സർഫാക്ടൻസ് അറിഞ്ഞിരിക്കണം. സർഫാക്ടൻസ് ആരൊക്കെയുണ്ട്? ആനയോണിക്, കാറ്റയോണിക്, നോൺ ആനയോണിക് ഒക്കെ ഉണ്ട് അല്ലെ? സോ സെട്രിമൈഡ് എന്ന് പറയുന്നത് ഒരു ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട് ആണ്. സർഫാക്ടന്റിൽ തന്നെ ആരൊക്കെയുണ്ട്? ആനയോണിക് സർഫാക്ടന്റും ഉണ്ട്, കാറ്റയോണിക് സർഫാക്ടന്റും ഉണ്ട്. എന്താ അവരുടെ പ്രത്യേകത? എക്സാമ്പിൾസ് പറഞ്ഞേ ആനയോണിക്കിന്റെ. സോഡിയം ലൗറൈഡ് സൾഫേറ്റ്. ഓക്കെ, സോഡിയം ലൗറൈഡ് സൾഫേറ്റ് ആണ് ആനയോണിക്കിനുള്ള എക്സാമ്പിൾ. എന്നാൽ കാറ്റയോണിക്കിന്റെ എക്സാമ്പിൾ ആണ് സെട്രിമൈഡ്. ഓക്കെ, കാറ്റയോണിക്കിന്റെ എക്സാമ്പിൾ ആണ് സെട്രിമൈഡ്. ഓക്കെ, ദെൻ നോൺ അയോണിക് ആണ് സ്പാൻഡ്വീൻ ഒക്കെ പറയുന്നത്. മൈൽഡ് ഷാംപൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് ആംഫോട്ടറിക് ഏജൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ സ്യൂഡോ സൾഫനമൈഡ് എന്ന് പറയുന്നത് മെഫിനമൈഡിനെയാണ്. സ്ട്രക്ചറലി പാപ പോലെ തന്നെ ഇരിക്കും. ഓക്കെ, ദെൻ കോട്രമോക്സോളിന്റെ കോമ്പിനേഷൻ 5:1 എന്തൊക്കെയാ ഉണ്ടാവുക? സൾഫാമെത്തോക്സോളും പറഞ്ഞേ ട്രൈമെത്തോപ്രിമും. ഓക്കെ, ദെൻ കോട്രമോക്സോളിന്റെ ബ്രാൻഡ് നെയിം സെപ്രാന ബാക്ട്രിം ഒക്കെ വരും. എത്ര
സോല്യൂബിലിറ്റി, അതായത് pH എത്രയിൽ നിൽക്കുമ്പോഴായിരിക്കും സൾഫണമൈഡ് വാട്ടർ സോല്യൂബിൾ എന്ന് ചോദിച്ചാൽ എബൌട്ട് 10. ഓക്കെ, 10ന് മുകളിലാണെങ്കിലാണ് സൾഫണമൈഡ് വാട്ടർ സോല്യൂബിൾ ആകുന്നത്. ദെൻ ഗുവാനിഡിൻ, സൾഫ ഗുവാനിഡിൻ ഉപയോഗിക്കുന്ന ഏത് കണ്ടീഷൻസിലാണ്? GIT അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻഫെക്ഷൻ. അൾസറേറ്റീവ് കൊളൈറ്റിസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? സൾഫാസാലസി. റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണ്? സൾഫാസാലസി. ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന ഏജന്റ് ഏതാണ്? സൾഫ ഡിമിഡിൻ. ഡെർമറ്റൈറ്റിസ് ഡിമിഡിൻ. സോ രണ്ടും ഡി ആണ് അല്ലെ. സോ ഡെർമറ്റൈറ്റിസ് ആൻഡ് ഡിമിഡിൻ. ദെൻ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് is type 4 reaction. Which nucleus is present in sulfonamide? സൾഫണമൈഡിലുള്ള ന്യൂക്ലിയസ് ഏതാണ്? It is pyrimidine structure. Then chlorothiamoxole produces synergistic action. Okay. സോ രണ്ട് ഡ്രഗ് ഉണ്ടല്ലോ, രണ്ട് ഡ്രഗിന്റെയും സിനർജിസ്റ്റിക് ആക്ഷൻ ആണ് ക്ലോട്രയമോക്സോൾ തരുന്നത്. പിന്നെ ആന്റി ലെപ്രോട്ടിക്കിന്റെ എക്സാമ്പിൾ ആണ് ഏത്? ക്ലോഫാസിമിൻ, ഡൈ, റിഫാംബസിൻ. റിഫാംബസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞേ. റിഫാംബസി RNA ഡിപെൻഡന്റ് DNA ഡിപെൻഡന്റ് RNA പോളിമറൈസ് ആണ് റിഫാംബസി. ക്ലോഫാസിമിൻ ഡൈ ആണ്. ലെപ്രസിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഹാൻസൻസ് ഡിസീസ്. പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഡാപ്സോൺ ആണ്. പിന്നെ INHന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പേ. INH എന്തായിരുന്നു? INH ഐസോനിയാസിൻ. അത് കൊടുക്കുമ്പോൾ സംഭവിക്കാവുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ് പെരിഫറൽ ന്യൂറൈറ്റിസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സമയം വൈറ്റമിൻ B6 ആയിട്ടുള്ള പിരിഡോക്സിന്റെ കൂടെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ പേഷ്യന്റില് പെരിഫറൽ ന്യൂറൈറ്റിസ് വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാലോ അല്ലെ, ഫോളിക് ആസിഡിന്റെ ഒക്കെ സിന്തസിസും കൂടെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് സൾഫണമൈഡ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി വെരി കോൺഷ്യസ്. പെരിഫറൽ ന്യൂറൈറ്റിസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പിരിഡോക്സിനും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ സൾഫണമൈഡിന്റെ ആക്ടിവിറ്റി. സൾഫണമൈഡ് ഇൻഹിബിറ്റ് പാബ കോമ്പറ്റേറ്റീവ്ലി. ഓക്കെ, പാബേനെ കോമ്പറ്റേറ്റീവ് ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏജന്റ് ആണ് സൾഫണമൈഡ്. ഓക്കെ, ക്ലിയർ ആയോ? It will competitively inhibit sulfonamide. Then basic ring of sulfonamide നമ്മൾ പറഞ്ഞു. ഏതായിരുന്നു ബേസിക് റിംഗ് ഓഫ് സൾഫണമൈഡ് എന്ന് പറയുന്നത്? സൾഫണമൈഡിന്റെ ബേസിക് റിംഗ് എന്താണ്? ഒന്നെങ്കിൽ പാരാ അമിനോ ബെൻസീൻ സൾഫണമൈഡ് അല്ലെങ്കിൽ സൾഫ അനിലമൈഡ് ആയിരിക്കും യൂഷ്വലി ഉള്ള ഏജന്റ്. ദെൻ സൾഫ ഡയസിൻ അവൈലബിൾ ആയിരിക്കുന്ന ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻജെക്ഷൻസ് ആണ് കേട്ടോ. ദെൻ ട്രക്കോമ എന്ന് പറഞ്ഞ ഡിസീസ് കണ്ടീഷൻ എന്താ? ട്രക്കോമ ഐയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയാണ്, ഐയിലുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയാണ് ട്രക്കോമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൈസോഡൈസേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ ടെമ്പറേച്ചർ 0 to 5 degrees Celsius ആണ് ഡൈസോഡൈസേഷൻ നടക്കുന്നത്. ദെൻ സൾഫണമൈഡ് ഫോളിക് ആസിഡിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ദെൻ ഓട്ടോടോക്സിറ്റി ഉണ്ടാക്കുന്ന ഏജൻസ് അറിയാലോ, ജെൻഡാമൈസിൻ ഒക്കെയാണ് ഓട്ടോടോക്സിറ്റി ഉണ്ടാക്കുന്നത്. എന്നാൽ ഫോട്ടോടോക്സിറ്റി ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ് ചോദിച്ചത് ആന്റിബയോട്ടിക് സാർഫ്ലോക്സാസിൻ. SPARFLOXAIN സാർഫ്ലോക്സാസിൻ. ദെൻ നല്ല ഹാഫ് ലൈഫ് ഉള്ള ലോങ് ഹാഫ് ലൈഫ് ഉള്ള ഒരു ഫ്ലൂറോക്വിനോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോക്സിഫ്ലോക്സാസിൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ് ഫ്ലൂറോക്വിനോൾസിന്റെ? ഇൻഹിബിറ്റ് DNA ഗൈറേസ്. ഓക്കെ, ദെൻ ടോപ്പിക്കൽ സൾഫണമൈഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിൽവർ സൾഫാഡൈസിൻ. നമുക്ക് സൾഫണമൈഡിന്റെ പ്രസിപ്പിറ്റേഷനും ക്രിസ്റ്റലൂറിയയും ഒക്കെ തടയാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ടേക്ക് ഇറ്റ് അലോങ് വിത്ത് ആൽക്കലൈൻ pH. ആസിഡിക് ആണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റലൂറിയക്കുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ദെൻ ട്രൈമെതോപ്രിമിന്റെ ആക്ഷൻ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് എൻസൈമിലായിരിക്കും അതിന്റെ ആക്ഷൻ ഉണ്ടാകാറ്. ഓക്കെ, സോ ഇത്രയുമാണ് കുറച്ച് റാൻഡം MCQs. എല്ലാ ദിവസവും കുറച്ച് ഇങ്ങനെ പറയാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് ചോദിക്കാം കേട്ടോ. സോ നമുക്ക് ജനറൽ ഫാർമക്കോളജിയിലേക്ക് ആദ്യം പോകാം. അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ജനറൽ ഫാർമക്കോളജിയിൽ ഉള്ളത്. എന്നാൽ തന്നെയും ഒരു ക്ലാരിറ്റി കുറച്ചും കൂടെ വരാനായിട്ട് നമുക്ക് ഒന്ന് ജനറൽ ഫാർമക്കോളജി ഒന്ന് പറയാം. ഓക്കെ, കുറച്ച് വേർഡ്സ് മാത്രം ഞാനൊന്ന് പറയാം.
ചുമ്മാ കേട്ടിരുന്നാ മതിയെ, എല്ലാം അറിയാവുന്ന കാര്യങ്ങളോ, ഒന്നും പഠിച്ചൊന്നും സമയം കളയാം. Okay, so general pharmacology പറയുകയാണെങ്കിൽ pharmacology is the science that deals with the study of drugs and their interventions with the living system. Living systemവുമായിട്ട് ഒരു കെമിക്കൽ മോയിറ്റി അല്ലെങ്കിൽ ഡ്രഗ് ഉണ്ടാക്കുന്ന ഇന്ററാക്ഷനെ പറ്റി പഠിക്കുന്ന പഠനശാഖയാണ് ഫാർമക്കോളജി. ഡ്രഗ് എന്ന് പറയുന്നത് any substance which is used for the diagnosis, prevention and mitigation. Okay, diagnosis, prevention അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ക്യൂർ ഓഫ് ഡിസീസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രഗ് എന്ന് പറയുന്നത്. ഇനി ഫാർമക്കോ കൈനറ്റിക്സ് എന്താണ്? ADME എന്ന് ആലോചിച്ചാൽ മതി. അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് ഡ്രഗ്സ്. ADME സ്റ്റഡി ഓഫ് മൂവ്മെന്റ് ഓഫ് ഡ്രഗ് ഇൻ ദ ബോഡി. വാട്ട് ദ ബോഡി ഡസ് ടു ദ ഡ്രഗ്, അതാണ് ഫാർമക്കോകൈനറ്റിക്സ്. വാട്ട് ദ ഡ്രഗ് ഡസ് ടു ദ ബോഡി, അതാണ് ഡൈനാമിക്സ്. ഫാർമക്കോ എക്കണോമിക്സ് എന്താണ്? കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന പഠനശാഖയാണ് pharmacoeconomics. Deals with the cost, economic aspect of the drug and therapeutically പറയുന്നതാണ് pharmacoeconomics. ഇനി pharmacogenomics എന്ന് പറഞ്ഞാൽ എന്താ? ജനറ്റിക് ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഏത് ബ്രാൻഡ് വേണം, ഏത് ഡ്രഗ് വേണം തീരുമാനിക്കുന്നത് ഫാർമക്കോജീനോമിക്സ്. ഫാർമക്കോ എപ്പിഡമിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എപ്പിഡമിയോളജി എന്ന് പറയുമ്പോൾ എന്താ? ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന സ്റ്റഡിയാണ്. സോ ഫാർമക്കോ എപ്പിഡമിയോളജി എന്ന് പറയുന്നത് അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിക്കോട്ടെ, യൂസ്ഫുൾ ഇഫക്റ്റ് ആയിക്കോട്ടെ, ഒരു പോപ്പുലേഷനിൽ നടത്തുന്ന സ്റ്റഡിയാണ് ഫാർമക്കോ എപ്പിഡമിയോളജി. ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാർമക്കോ എപ്പിഡമിയോളജി ഡീൽസ് വിത്ത് എപ്പിഡമിയോളജിക്കൽ സ്റ്റഡി ഓഫ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ദെൻ ടോക്സിക്കോളജിക്കലി എന്ന് പറഞ്ഞാൽ എന്താ? ടോക്സിക്കോളജിക്കലി സ്റ്റഡി ഓഫ് പോയിസൺസ്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, എനി റെസ്പോൺസ് വിച്ച് ഈസ് ഫൗണ്ട് ടു ബി നോഷ്യസ് അല്ലെങ്കിൽ unintended and occurs at a dose that is used in man for prophylaxis, diagnosis and therapy. നോർമൽ ഡോസിൽ തന്നെ ഒരു അൺഇൻറ്റൻഡഡ് ആയിട്ടുള്ള റിയാക്ഷൻ തരുവാണെങ്കിൽ അതാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ദെൻ ടെറാറ്റോജെനിസിറ്റി, ഇഫ് ദ ഡ്രഗ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഡ്രഗ് ടു കോസ് ഫീറ്റൽ അബ്നോർമാലിറ്റീസ് വെൻ അഡ്മിനിസ്റ്റർഡ് ടു എ പ്രഗ്നന്റ് വുമൻ. പ്രഗ്നന്റ് വിമന് കൊടുക്കുന്ന സമയം ഫീറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കുന്നതാണ് ടെറാറ്റോജൻ. നെക്സ്റ്റ് വൺ ഇസ് കീമോതെറാപ്പി. ഒരു ഇൻഫെക്ഷൻസ്, നോട്ട് ഓൺലി ക്യാൻസർ, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് ഒരു കുറച്ച് ഏജൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ലോങ് ടേം സ്പെസിഫിക് ഡോസ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ക്രോണോ ഫാർമക്കോളജി എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് കൂടുതൽ കിട്ടിക്കൊണ്ട് പരമാവധി അഡ്വേഴ്സ് റിയാക്ഷൻസ് കുറച്ചുകൊണ്ട് ആ പേഷ്യന്റിന്റെ സിർക്കാഡിയൻ റിതവും ഡ്രഗിന്റെ ഇഫക്റ്റും കോറിലേറ്റ് ചെയ്യുന്നതാണ് what is that? Pharmacology, chronopharmacology എന്ന് പറയുന്ന സ്ട്രീം. ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനെയാണ്, അതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെയാണ് ഡ്രഗ് ഇന്ററാക്ഷൻ ഒക്കെ സൂചിപ്പിക്കുന്നത്. ദെൻ റൂട്ട് അറിയാലോ, ഇതൊക്കെ ഞാൻ റൂട്ടൊക്കെ ഓൾറെഡി ഫാർമസ്യൂട്ടിക്സ് പറഞ്ഞിട്ടുണ്ട്. പേരൻട്രൽ, ഓറൽ, ദെൻ IV, ഇൻഹലേഷൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫാർമക്കോകൈനറ്റിക്സ് എന്താ? സ്റ്റഡി ഓഫ് ADME, അബ്സോർപ്ഷൻ എവിടെയാണോ അഡ്മിനിസ്ട്രേറ്റ് അത് ഇവിടുന്ന് റിക്വയർ ആയിട്ടുള്ള സൈറ്റിലേക്ക് പോകുന്നു. ഇതൊക്കെ ഓൾറെഡി ഫാർമസ്യൂട്ടിക്സ് നോട്ട് വന്നെടുത്ത് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണേ. സോ ഒന്ന് ഡിഫ്യൂഷൻ, ഫിൽട്രേഷൻ, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് വഴിയാണ് ബോഡിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ലിപ്പിഡ് സോളിബിൾ അല്ലെങ്കിൽ അൺഅയനൈസ്ഡ് ഡ്രഗ്സ് നന്നായി അബ്സോർബ് ചെയ്യും. ആസിഡിക് അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് ആസിഡിക് ഡ്രഗും ഇൻഡസ്ട്രിയിൽ അബ്സോർബ് ചെയ്യുന്നത് ബേസിക് ഡ്രഗും ആയിരിക്കും. ഒരു ഡ്രഗ് അബ്സോർബ് ചെയ്യണമെങ്കിൽ അതിന് ഡിസ്ഇന്റഗ്രേഷൻ, ഡിസൊല്യൂഷൻ, പാർട്ടിക്കിൾ സൈസ്, pH, അയണൈസേഷൻ, ഏരിയ ആൻഡ് വസ്കുലാരിറ്റി ഓഫ് അബ്സോർബിംഗ് സർഫസ്, ഏതാണ് ഫോർമുലേഷൻ, എത്രത്തോളം ലിക്വിഡ് സോളിബിലിറ്റി ഉണ്ട്, GI മോട്ടിലിറ്റി എന്താണ്, ഡിസീസ് എന്താണ്, പ്രസൻസ് ഓഫ് ഫുഡ് എന്താണ്, മെറ്റബോളിസം എന്താണ്, ഇതെല്ലാം ആണ് അബ്സോർപ്ഷൻ തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ്. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? reversible movement from the blood and other part of the tissues. Okay, so drug systemic circulation ലെത്തുന്നു, required ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഡ്രഗ് പോകുന്നു. So filtration, diffusion and specialized transport. അൺഅയനൈസ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് സോൾബിൾ ഡ്രഗ് ആണെങ്കിൽ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഹൈലി ലിക്വിഡ് സോൾബിൾ ആയിട്ടുള്ള ഡ്രഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? IV അല്ലെങ്കിൽ ഇൻഹലേഷൻ കൊടുക്കണം. ഓക്കെ, so as to rapidly distribute into highly perfused tissues. Highly lipid soluble ആയിട്ടുള്ള നമ്മൾ എന്ത് വേണം? ബ്രെയിനിന്റെ ഭാഗത്ത് വേഗം IV ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. Then distribution affect ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ലിക്വിഡ് സോളിബിലിറ്റി, അയനൈസേഷൻ, ബ്ലഡ് ഫ്ലോ, binding to plasma protein and cellular protein. Next one is
മെറ്റബോളിസം ആൻഡ് ബയോട്രാൻസ്ഫോർമേഷൻ. സോ ബയോട്രാൻസ്ഫോർമേഷൻ എന്താണ്? ബയോട്രാൻസ്ഫോർമേഷൻ is the process of biochemical alteration of the drug in the body. Okay, so metabolism അല്ലെങ്കിൽ ബയോട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് ബയോകെമിക്കൽ ആൾട്രേഷൻ ഓഫ് ദ ഡ്രഗ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഡ്രഗ് നടത്തുന്ന ഓൾട്രേഷൻസിനെയാണ് മെറ്റബോളിസം അല്ലെങ്കിൽ ബയോട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത്. ഇനി ചില മെറ്റബോളിസം എടുത്തു കഴിഞ്ഞാൽ, ചില ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ അത് നല്ല പോളാർ ആയിരിക്കും, വാട്ടർ സോൾയുബിൾ ആയിരിക്കും, ഫോർ ഈസി എക്സ്ക്രീഷൻ ത്രൂ കിഡ്നി. കിഡ്നിയിൽ നിന്ന് വേഗം എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട് വാട്ടർ സോൾയുബിളും ഹൈലി പോളാറും ആയിരിക്കും. Then next one, some metabolites may be active and actions get prolonged. ചില മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് ആണ്, അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് സമയം ചെല്ലുന്നവർ കൂടിക്കൊണ്ടിരിക്കും. Then sometimes active metabolites may be toxic. Okay, ചില സമയങ്ങളിൽ മെറ്റബോളൈറ്റ്സ് എന്തായിട്ട് മാറാറുണ്ട്? ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റബോളൈറ്റ്സ് ടോക്സിക് ആയിട്ട് മാറാറുണ്ട്. Then factors influencing metabolism, genetic variations, environmental pollutions, age, നമ്മുടെ ലിവറിനോ കിഡ്നിക്കോ ഒക്കെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അത്. ഓക്കെ, നെക്സ്റ്റ് വൺ, രണ്ട് തരത്തിലുള്ള ബയോ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണത്? phase 1 reactions and phase 2 biotransformation reactions. Okay, so phase 1 is oxidation, reduction and hydrolysis. Okay, അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് തരത്തിലുള്ളതാണ് phase 1 phase 2. phase 1-നകത്ത് വരുന്ന എന്താണ്? ഓക്സിഡേഷൻ, റിഡക്ഷൻ ആൻഡ് ഹൈഡ്രോളിസിസ്. ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്. phase 2 എന്ന് പറഞ്ഞാൽ എന്താ? phase 2 അതാണ് അസറ്റൈലേഷൻ, മീഥൈലേഷൻ, ഗ്ലൂക്കോറോണേറ്റ് കോൺജുഗേഷൻ ഒക്കെയാണ് phase 2 റിയാക്ഷൻസ് ആയിട്ട് വരുന്നത്. സോ phase 1 റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ് ഫെനിറ്റോയിൻ, ഡയസെപ്പാം, ഐബുപ്രോഫിൻ ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ്? ഫെനിറ്റോയിൻ, ഡയസെപ്പാം, ഐബുപ്രോഫിൻ, ആംഫിറ്റമൈൻ, ക്ലോർപ്രോമാസിൻ, ഡാപ്സോൺ. ഓക്സിഡേഷന്റെ എക്സാമ്പിൾസ് ആണ് ഫെനിറ്റോയിൻ, ഡയസെപ്പാം, ഐബുപ്രോഫിൻ, ആംഫിറ്റമൈൻ, ക്ലോർപ്രോമാസിൻ, ഡാപ്സോൺ. ഓക്കെ, ദെൻ റിഡക്ഷൻ ഉള്ളതാണ് ക്ലോറാംഫെനിക്കോളും ഹാലോത്തേനും. ഹൈഡ്രോളിസ് ഉള്ളതാണ് പെത്തിഡീൻ, കൊക്കെയിൻ എന്ന ലാപ്രേറ്റ്. phase 2 റിയാക്ഷൻസ് ആണ് കോൺജുഗേഷൻ റിയാക്ഷൻസ്, ഗ്ലൂക്കോറോണേറ്റ് കോൺജുഗേഷൻ, ക്ലോറാംഫെനിക്കോളും മോർഫിനും ഡയസെപ്പാമും ആസ്പിരിനും ഒക്കെ നടത്തുന്നതാണ് ഗ്ലൂക്കോറോണേറ്റ് കോൺജുഗേഷൻ. അസറ്റൈലേഷൻ നടത്തുന്ന ആരൊക്കെയാണ്? സൾഫണമൈഡ്സും ഐസോനിയാസിഡും. മീഥൈലേഷനോ അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, ഡോപ്പമിൻ, ഹിസ്റ്റമിൻ ഒക്കെ മീഥൈലേഷൻ ആണ് നടത്തുന്നത്. Then glutathione conjugation paracetamol, sulfate conjugation paracetamol, steroid. Then amino acid conjugation salicylic acid, benzoic acid. Next one is excretion. Excretion and the drug നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്നതിനാണ് excretion എന്ന് പറയുന്നത്. It is the reversible movement of drug from internal environment to the external environment. Drug are converted to water soluble metabolites and some are directly excreted. Okay, so drug water soluble metabolite ആയിട്ട് മാറുന്നുണ്ട്, അത് കുറച്ചെല്ലാം എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. Okay, and excretion through kidney, intestine, biliary system, lungs, പിന്നെ എവിടെയൊക്കെയാ? സ്വെറ്റ്, സലൈവ, മിൽക്ക്. ലോസിന്റെ ഡ്രഗ് ആണെങ്കിൽ നമുക്ക് മോളിക്കുലർ വെയിറ്റ് ലെസ് ദാൻ 10,000 പറ്റുള്ളൂ. ലാർജ് വാട്ടർ സോൾയുബിൾ കോൺജുഗേറ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സ്ക്രീറ്റഡ് ത്രൂ ബൈൽ. Then proximal tubules actively secrete acids and bases. നമുക്കറിയാലോ അല്ലെ, PCT ഒക്കെ അറിയാം, നമ്മുടെ ഗ്ലോമെറുലാർ ഫിൽട്രേഷന്റെ അവിടെ PCTയിൽ ആസിഡും ബേസും ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യാറുണ്ട്. So penicillin, salicylic acid, probenecin, amphetamine ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ പ്രോക്സിമൽ ട്യൂബിൽ ആക്റ്റീവ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ആസിഡും ബേസും ഉണ്ട്. ബേസിന്റെ എക്സാമ്പിൾ ആണ് ആംഫിറ്റമൈൻ. ആസിഡിന്റെ എക്സാമ്പിൾ ആണ് പെനിസിലിൻ, സാലിസിലിക് ആസിഡ്, പ്രൊബൻസിൻ ഒക്കെ. ആൻഡ് ദീസ് ഡ്രഗ്സ് വിൽ കംപ്ലീറ്റ് ഫോർ ദ
സെയിം ട്രാൻസ്പോർട്ട് സിസ്റ്റം. സോ ഏതാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എക്സിസ്റ്റ് ആയിട്ടുള്ളത് അതിനെ കോമ്പീറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും എക്സ്ക്രീഷന്റെ സമയത്ത്. സോ ഗട്ടിൽ നിന്നും റീഅബ്സോർബ് ചെയ്യുന്നു, ഇതിനെ നേരെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ടു ദ ലിവർ. ആൻഡ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻട്രോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പ്രോഡ്രഗ് അറിയാലോ. ഒരു ഡ്രഗ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് പ്രോഡ്രഗ്. എല്ലാപ്പിൾ, ലിവോപ്രോഡോപ്പയൊക്കെ എക്സാമ്പിള്. ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് സിസ്റ്റമിക് സർക്കുലേഷനിലേക്കുള്ള അബ്സോർപ്ഷൻ കൂട്ടും. ഓക്കെ, സോ ഫസ്റ്റ് പാസ് അബ്സോർപ്ഷൻ ഡ്രഗ് ഡ്യൂറിങ് ഇറ്റ്സ് പാസേജ് ഫ്രം ദ side of absorption to systemic actions. Nitroglycerin, propanol, salbutamol, insulin ഒക്കെ അത് സാധ്യം. Bioavailability, fraction of drug that reaches systemic circulation following administration of any route. Okay, so ഏത് റൂട്ടിൽ കൂടി ആയിക്കോട്ടെ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഏത് റൂട്ടിൽ അഡ്മിനിസ്റ്റർ ചെയ്താലും സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്ര എത്തുന്നു അതിന് എടുക്കുന്ന ആ പെർസെൻറ്റേജിനെയാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. Then comparison of bioavailability of different formulation of a drug as bioequivalent study. So ഒരുപാട് ഫോർമുലേഷൻസ് ഉണ്ട്. ആ ഫോർമുലേഷന്റെ ബയോ അവൈലബിലിറ്റികളെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സ്റ്റഡിയാണ് bioequivalent study. Then plasma protein binding. On reaching circulation, most drug bind to plasma protein. So different plasma protein bind present in blood are albumin, globulin, alpha acid glycoprotein, lipoprotein, warfarin, morphine ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ്. നെക്സ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് എന്താണ്? ആൽബുമിനോടും ഗ്ലോബുലിനോടും ആൽഫ ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീനോടൊക്കെ ബൈൻഡ് ചെയ്യുന്നതിനാണ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഫ്രീ ഫ്രാക്ഷൻ അവൈലബിൾ ആയിരിക്കും. റിസർവോയറും പ്രൊലോങ് ആക്ഷൻ ആൻഡ് എക്സിസ്റ്റ് ചെയ്യും. കോമ്പറ്റീഷൻ ഫോർ ബൈൻഡിങ് സൈറ്റ്സ്, വാർഫാരിൻ ആൻഡ് ഫീനൈൽ ബ്യൂട്ടസോൺ. ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ്സ് യൂസ് കെയർഫുള്ളി ഇൻ കേസ് ഓഫ് liver disease and kidney disease. Volume of distribution എന്താണ്? It is a total volume of body fluids to which the drug is distributed. ചെറിയ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ് ഉണ്ട്. ആസ്പിരിൻ, അമിനോഗ്ലൈക്കോസൈഡ് ഒക്കെ പോലെ ലാർജ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡ്രഗ് ഉണ്ട്. പെത്തിഡിൻ, ക്ലോറോക്വിൻ ഒക്കെ പോലെ. സോ സ്മോൾ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൂടുതലും ബ്ലഡിൽ തന്നെ ആയിരിക്കും. ലാർജ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡിലല്ല, ബാക്കി ബോഡി പാർട്സിലേക്കൊക്കെ പോകും. എൻസൈം ഇൻഡക്ഷൻ എന്താ? മൈക്രോസോമൽ എൻസൈംസ് സിന്തസിസ് ഓഫ് മൈക്രോസോമൽ എൻസൈംസിന്റെ സിന്തസിസ് കൂട്ടും. അതിനെയാണ് നമ്മൾ മൈക്രോസോമൽ എൻസൈം ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഫിനോബാർബിറ്റോൺ, റിഫാംബസിൻ, ആൽക്കഹോൾ, സിഗരറ്റ്, DDT, ഗ്ലിസിയോഫുൾവിൻ ഒക്കെ ആയിരുന്നു അതിന്റെ ആക്ഷൻ. തെറാപ്യൂട്ടിക് ഫെയിലിയർ എന്താ? ഫെയിലിയർ ഓഫ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഇൻ പേഷ്യൻസ് ടേക്കിംഗ് റിഫാംബസിൻ. ദെൻ ടോക്സിറ്റി, ഹൈ എമൗണ്ട് ഓഫ് ടോക്സിക് ഇന്റർമീഡിയറ്റ് മെറ്റബോളൈറ്റ്സ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ ടോക്സിറ്റി. എൻസൈം ഇൻഡക്ഷൻ പോലെ ടോക്സിൻ പാരസെറ്റാമോൾ. ടോളറൻസ് ഡെവലപ്പ് ചെയ്ത് ഓട്ടോ ഇൻഡക്ഷൻ ഒക്കെ വരെ കാർബമസെപ്പീൻസ്. ഓക്കെ, സോ എൻസൈം ഇൻഹിബിഷൻ അറിയാലോ. ഒരു എൻസൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആ എൻസൈം എന്താ പറയാ വേറൊരു ഡ്രഗ് കാരണം ഇൻഹിബിറ്റഡ് ആവുകയാണെങ്കിൽ അതിനാണ് എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ക്ലോറാഫിനിക്കോൺ, എരിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സാസിൻ. റിവേഴ്സിബിൾ ബൈൻഡിങ് ആണ് സെലിജിഡിൻ, ഡിക്ലോപ്പിരിഡിൻ. നോ മൈക്രോസോമൽ എൻസൈം ഇൻഹിബിറ്റർ ആണ് അല്ലോപ്യൂരിനോൾ, NSAID ഒക്കെ. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ പറയാം കേട്ടോ. ദെൻ പ്ലാസ്മ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡ്രഗിന്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഹാഫ് ആകാൻ എടുക്കുന്ന സമയം. ഓക്കെ, സോ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് അറിയാതെ നമ്മൾ ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഒരു ഡ്രഗ് കൊടുക്കുന്നതിനാണ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. തിയോഫിലിൻ, ലിഥിയം, ഡിഗോക്സിൻ, അമിനോഗ്ലൈക്കോസൈഡ് ഒക്കെ എക്സാമ്പിൾ ആണ്. ഡ്രഗ് വിത്ത് ലോ മാർജിൻ ഓഫ് സേഫ്റ്റിയിൽ വരുന്ന ഏതൊക്കെയാണ്? ഡിഗോക്സിൻ, തിയോഫിലിൻ, ലിഥിയം. ടോക്സിസിറ്റി റിസ്ക് കൂടുതലാണ് അമിനോഗ്ലൈക്കോസൈഡ്. പോയിസണിങ്ങിന് ഉപയോഗിക്കുന്ന ഡ്രഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? TDM എന്ന് പറയും, അതിന് വിധേയമാക്കേണ്ടതുണ്ട്. ദെൻ റെസപ്റ്റർ അറിയാലോ. എവിടെയാണോ ഡ്രഗ് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത് ആ ഒരു സൈറ്റിനെയാണ് റെസപ്റ്റർ എന്ന് പറയുന്നത്. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് അറിയാലോ. ആ ഒരു സേഫ്റ്റി മാർജിനെയാണ് നമ്മൾ പറയുന്നത്. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കൂടുതലുള്ളതാണ് പെൻസിലിൻ, ഡയാസെപ്പ. കുറവുള്ളതാണ് ലിഥിയം. ഓക്കെ,
അഡിറ്റീവ് ഇഫക്റ്റ് അറിയാലോ, രണ്ട് ഡ്രഗ് ഒരുമിച്ച് കൂടുന്നു, ആക്ഷൻ കൂടുന്നു. Additive effect, ephedrine, theophylline, nitrous oxide, either. Synergism, action of one drug is enhanced by other drug. അതിനെയാണ് synergism എന്ന് പറയുന്നത്. Acetyl called physostigmine, levodopa, carbidopa. ഒരു ഡ്രഗിന്റെ ആക്ഷൻ മറ്റേ ഡ്രഗ് കൂട്ടുന്നു. Antagonism, ഒരു ഡ്രഗിന്റെ ആക്ഷൻ മറ്റേ ഡ്രഗ് ഒപ്പോസ് ചെയ്യുന്നു. അതിനകത്ത് തന്നെ ഫിസിക്കലും കെമിക്കലും ഫിസിയോളജിക്കലും ഉണ്ട്, റിസപ്റ്ററും ഉണ്ട്. ഫിസിക്കലിനകത്ത് എന്തുവാ, ആക്ടിവേറ്റഡ് ആൽക്കഹോൾ, പോയിസൺ വലിച്ചെടുക്കുന്നത്. കെമിക്കൽ എന്തുവാ, ചിലേറ്റിംഗ് ഏജന്റും അന്റാസിഡും ഉപയോഗിക്കുന്നത്. ഫിസിയോളജിക്കൽ എന്തുവാ, അഡ്രിനാലിൻ, ഹിസ്റ്റമിൻ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ ഒക്കെയാണ് ഫിസിയോളജിക്കൽ. റിസപ്റ്ററിനകത്ത് വരുന്നതാണ് കോമ്പറ്റേറ്റീവ്, നോൺ കോമ്പറ്റേറ്റീവ്. ടോളറൻസ് എന്താണ്, നാച്ചുറലും അക്വൈഡും. ഡ്രഗ് കുറെ നാൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടുതൽ ഡോസ് ഉണ്ടെങ്കിൽ മാത്രമേ വിചാരിക്കുന്ന ആക്ഷൻ കിട്ടുകയുള്ളൂ. ടാക്കിഫൈലാക്സ് എന്താണ്, വി ആർ repeatedly given for a short interval, ആ ഡ്രഗിനോട് ടോളറൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ടാക്കിഫൈലാക്സ് എന്ന് പറയുന്നത്. എഫിഡ്രിൻ, ആംഫിറ്റമൈൻ, ടൈറമൈൻ ഒക്കെ പറയും. പ്ലാസിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു തരത്തിലുള്ള ബയോളജിക്കൽ ആക്ഷനും ഇല്ല, പക്ഷെ നമുക്ക് ആ ഡ്രഗ് കൊണ്ട് ആ പേഷ്യന്റ് ഒരു മെന്റൽ ഫീലിംഗ് ഓഫ് റിലീഫ്മെന്റ് കിട്ടണമെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലാസിബോ എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻസ്, മിനറൽസ്, ലാക്ടോസ് ഒക്കെയാണ് പ്ലാസിബോ. ഓക്കെ, ഇതൊക്കെ കേട്ടിട്ടുള്ള വേർഡ്സ് ആണെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ANSലേക്ക് പോകണം. സോ അതിനു മുമ്പ് സിലബസ് ഒന്ന് പഠിക്കാം. ഡ്രഗ്സ് ആക്ടിങ് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഡ്രഗ് ആക്ടിങ് ഓൺ ANS എന്നൊരു സിസ്റ്റം ഉണ്ട്. സോ നമുക്ക് ആദ്യം ഡ്രഗ് ആക്ടിങ് ഓൺ ANS ആണ് നോക്കുന്നത്. അവിടെ കോളിനർജിക്കും ആന്റി കോളിനർജിക്കും ആന്റി കോളിനെസ്റ്ററേസും ഉണ്ട്. അത് അത്രയും പഠിക്കുക. ഞാൻ ഈ ജനറൽ ഫാർമക്കോളജിയുടെ നോട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിരുന്നോ? ഒന്ന് നോക്കുക, ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം കേട്ടോ.